ഒരുപാട് സന്തോഷം തന്നൊരു നിമിഷം ഷെയർ ചെയ്യാനാട്ടോ ഇപ്പോൾ വന്നത്. അപ്പോൾ ഞങ്ങളുടെ മൂന്നാളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ല അച്ഛൻ ഇതേപോലുള്ളൊരു സ്ഥലത്ത് പോയിരുന്ന് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്ത് പോയിട്ടൊന്ന് സംസാരിക്കുക ഒന്നും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചില പോയിന്റിലെത്തുന്ന സമയത്ത് നമ്മൾ റിയലൈസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു കാരണം നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് നമ്മളൊന്നും ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് അവർക്ക് ഇങ്ങനെ കൊടുക്കായിരുന്നു, ഇങ്ങനെ ചെയ്യായിരുന്നു, അവരെ ഹാപ്പിയാക്കി നിർത്തായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്നു. നമ്മളെ കൊണ്ട് അവർക്കൊരു ഉപകാരം ഉണ്ടായില്ലല്ലോ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ആ ഒരു റിഗ്രറ്റൊക്കെ ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു സംഭവം ഞങ്ങളുടെ മൂന്നാളെ ജീവിതത്തിൽ ഉണ്ടാവരുതെന്ന് ഞങ്ങൾക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അച്ഛൻ്റെതാണെങ്കിലും ഞങ്ങൾ ഈ അടുപ്പിച്ച് ഒരുപാട് ബർത്ത്ഡേകൾ ഞങ്ങളിപ്പോൾ കേക്ക് മുറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും പതിവ് പോലെ എൻ്റെ അടുത്ത് ചോദിച്ചു, കേക്ക് ഇന്ന് മുറിക്കൂലേ, അപ്പോൾ കേക്ക് വാങ്ങാൻ പൈസ ഉണ്ടോ എന്നടക്കം ഇന്ന് രാവിലെ കൂടെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടോ. അതായത് അച്ഛൻ പൈസ തന്നിട്ടാണെങ്കിലും കേക്ക് മുറിക്കുക. അപ്പോൾ ആൾക്ക് അതിനോട് എത്രത്തോളം ഇഷ്ടമുണ്ട് എന്നുള്ളത് നമ്മളത് മനസ്സിലാക്കണമല്ലോ. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഇത്രയും നല്ലൊരു സർപ്രൈസ് അച്ഛന് കൊടുത്തിട്ട്. അച്ഛൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ അച്ഛൻ പ്രതീക്ഷിക്കാത്ത പോലെ നമുക്ക് ഒരിക്കൽ പോലും നമുക്ക് അറിയാത്ത ആൾക്കാർ വരെ വന്ന് വിഷ് ചെയ്തു അച്ഛനെ. അച്ഛനാണേലും മക്കൾക്കാണെങ്കിലും ഒരേപോലെ എടുത്തു വെക്കാൻ പറ്റിയ നല്ലൊരു നിമിഷമായിരുന്നു കേട്ടോ ഇന്നത്തത്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ് ഫോർ മക്ക.